നമസ്കാരം. സ്പീഡ് ന്യൂസ്. തൃശൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. പരിശോധന തുടരുമെന്ന് മേയർ. ശ്രീനാരായണപുരത്ത് കല്ലുംപുറം പ്രദേശവാസികൾ പുരി ബസാറിൽ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കുടിവെള്ള വിതരണം തുടർച്ചയായി തടസ്സപ്പെടുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 24 മണിക്കൂറിനകം കാലവർഷം എത്തും. ഇത്തവണ സാധാരണയിൽ കവിഞ്ഞ് മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പ്. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട്. തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് റോഡിന് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ. വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗത്ത് റോഡിനെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗം തകർന്നു വീണു. 10 വർഷമായി ആനുകൂല്യങ്ങളും ശമ്പള വർധനവും ഇല്ലാത്തതുമൂലം ഇന്ത്യൻ കോഫി ഹൌസ് ജീവനക്കാർ പ്രതിസന്ധിയിൽ. പ്രതിഷേധത്തിന്റെ ഭാഗമായി തൃശൂർ സ്വരാജ് റൗണ്ടിലെ ഇന്ത്യൻ കോഫി ഹൌസിന് മുന്നിൽ യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂർ മാന്തോപ്പ് പാടശേഖരത്തിലെ പൊട്ടക്കുളത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കാണിപ്പയ്യൂർ സ്വദേശി ഇടവന വീട്ടിൽ കുഞ്ഞുമോന്റെ മകൻ 49 വയസ്സുള്ള ജഗതിയാണ് മരിച്ചത്. പാവറട്ടി ചുക്കു ബസാറിലെ വഴിയമ്പലം നാശത്തിന്റെ വക്കിൽ. ചരിത്ര സ്മാരകങ്ങളുടെ ഭാഗമായ വഴിയമ്പലം സംരക്ഷിക്കണമെന്ന് ചരിത്രകാരനായ റാഫി നീലങ്കാവിൽ ആവശ്യപ്പെട്ടു. മുണ്ടത്തിക്കോട് പന്നിയെ പിടിക്കാൻ വെച്ച പടക്കം കടിച്ച് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മുൻ മന്ത്രിയും CPI നേതാവുമായിരുന്ന VK രാജന്റെ ചരമദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. പുല്ലുറ്റുള്ള സ്മൃതി കുടീരത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുദ്ര സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ സദസ്സും ആദരവും സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ P സുരേന്ദ്രൻ സാഹിത്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയുടെ പ്രവർത്തനങ്ങൾക്ക് വെള്ളക്കെട്ട് ഭീഷണിയാകുന്നു. കനത്ത മഴയിൽ മോർച്ചറി കെട്ടിടത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധമാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. നഗരസഭ ആരോഗ്യ വിഭാഗം കാര്യക്ഷമമായ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. മണലൂർ പഞ്ചായത്ത് 18-ാം വാർഡിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം ടീം ഓഫ് തിരുവോണം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിമുക്ത ഭടൻ രാജൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടൂർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. DCC സെക്രട്ടറി ആന്റോ പെരുമ്പുള്ളി ധർണ ഉദ്ഘാടനം ചെയ്തു. സൗഹൃദം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥിയെ അനുമോദിച്ചു. സൗഹൃദം ചാരിറ്റബിൾ സൊസൈറ്റി മെമ്പർ ബിനോയിയുടെ മകൾ അനോവയെയാണ് ആദരിച്ചത്. ആർത്തവ ശുചിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് ശില്പശാല കിലയിൽ സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മരത്തംകോട് ബൈക്കും ബുള്ളറ്റും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. ഇയാൾ സ്വദേശി യദു കൃഷ്ണനാണ് പരിക്കേറ്റത്. അരിമ്പൂർ പഞ്ചായത്തിൽ ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാർ എന്ന പേരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൂട്ടായ്മ ആരംഭിച്ചു. പ്രസിഡന്റായി സുഭാഷ് അരിമ്പൂർ, സെക്രട്ടറിയായി KP മനു, ട്രഷററായി KU ഉമേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറൂന പള്ളിയിൽ തിരുഹൃദയ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോഷി ആളൂർ കൊടിയേറ്റം നിർവഹിച്ചു. നീലങ്കാവിൽ കുടുംബങ്ങളുടെ ജില്ലാതല സംഗമവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫണ്ട് വിതരണവും ജൂൺ 2-ന് വരടിയം സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ നടക്കും. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടൂണി നീലങ്കാവിൽ സംഗമം ഉദ്ഘാടനം ചെയ്യും. മുള്ളൂരിൽ വീട്ടുവളപ്പിലെ പനയ്ക്ക് മുകളിൽ വെള്ളിമൂങ്ങയെ കണ്ടെത്തി. CPM പ്രവർത്തകരായ മനു, നെൽസൺ, ഗിനീഷ് എന്നിവർ ചേർന്ന് പിടികൂടിയ മൂങ്ങയെ ഫോറസ്റ്റ് റെസ്ക്യൂ ഓഫീസർ ഷെയ്ക്കുട്ടൻ, ലിജോയ് എന്നിവർക്ക് കൈമാറി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ നറുക്കെടുത്തു. ആലപ്പുഴയിൽ വിറ്റ VC 490987 എന്ന നമ്പർ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 12 കോടി രൂപ ലഭിച്ചത്.
പെരിഞ്ഞനത്തെ സീൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വിഷബാധയേറ്റവരുടെ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പെരിഞ്ഞന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാല ഉന്നതാധികാര സമിതിയായ ജനറൽ കൌൺസിലിന്റെ അംഗീകാരമില്ലാതെ ഇൻചാർജ് വൈസ് ചാൻസലർ വെള്ളായണിയിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങ് ബഹിഷ്കരിച്ചതായി ജനറൽ കൌൺസിൽ അംഗങ്ങൾ. ഇൻചാർജ് VC ഡോക്ടർ B അശോകിന്റെ അധികാര ദുർവിനിയോഗം കാർഷിക സർവകലാശാലയിലെ ജനാധിപത്യ ഭരണ സംവിധാനത്തെ തകർത്തതായി ജനറൽ കൌൺസിൽ അംഗം ആരോപിച്ചു. പേരാമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ യുവതി പ്രസവിച്ചു. മലപ്പുറം സ്വദേശിനിയാണ് ബസ്സിൽ പ്രസവിച്ചത്. തൃശൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകുന്നതിനിടയിലാണ് KSRTC ബസ്സിൽ വെച്ച് യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടത്. കരുവന്നൂർ പുഴയിലേക്ക് ചാടി വീണ്ടും ആത്മഹത്യാശ്രമം. മൂർക്കനാട് ഇല്ലിക്കൽ റെഗുലേറ്ററിന് മുകളിലെ പാലത്തിൽ നിന്നാണ് ഒരാൾ പുഴയിലേക്ക് ചാടിയത്. ഇരിങ്ങാലക്കുടയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുന്നു. മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരിയിൽ തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ വൃദ്ധസദനത്തിലേക്ക് മാറ്റി താമസിപ്പിച്ചു. 80 വയസ്സുള്ള ബാലാമണിയമ്മയാണ് വെള്ളാറ്റഞ്ഞൂർ പുഷ്പസദൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റിയത്. അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ബാലാമണിയമ്മയെ സംബന്ധിച്ച് TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചെങ്ങന്നൂർ നരേന്ദ്രഭൂഷൺ ട്രസ്റ്റിന്റെ മഹർഷി ദയാനന്ദ പുരസ്കാരം സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ വടക്കുംപാട് നാരായണന് സമ്മാനിച്ചു. നരേന്ദ്രഭൂഷന്റെ 87ാം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വൈദിക ഗുരുകുലത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു. കുടുംബശ്രീയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ ജില്ലാതല കലോത്സവത്തിന് തൃശൂർ ടൗൺ ഹാളിൽ തുടക്കമായി. മോഹിനിയാട്ടം നർത്തകൻ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാക്കശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ 200ാം മാസാദ്യ ശനി ആചരണം ശനിയാഴ്ച നടത്തും. രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായി ദൈവബലിക്ക് ഫാദർ ദീജോ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികനാകും. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാളിന് നേർച്ചപ്പായസം ഒരുങ്ങുന്നു. വികാരി ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ ആശീർവാദം നിർവഹിച്ചു. ജൂൺ 11 തിരുനാൾ. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെട്ടിപ്പുഴ പോസ്റ്റ് ഓഫീസ് പരിസരം ശുചീകരിച്ചു. ചെട്ടിപ്പുഴ ഡിവിഷൻ കൌൺസിലർ റെജീന ജിപ്സൺ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ചികിത്സാ സഹായ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മന്ത്രി VK രാജന്റെയും മുൻ MLA US ശശിയുടെയും അനുസ്മരണം സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈറ്റയിലും മുളയിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പരിശീലനം തുന്നൂർക്കരയിൽ തുടരുന്നു. സംസ്ഥാന ബാംബു മിഷന്റെ കീഴിൽ 15 പേരാണ് പരിശീലനം നേടുന്നത്. പരിശീലനം വെള്ളിയാഴ്ച സമാപിക്കും. ചന്ദ്രാപിന്നി ഹലുവ തെരുവ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സൗഹൃദ കൂട്ടായ്മ അംഗങ്ങളുടെ മക്കൾക്കാണ് അവാർഡ് വിതരണം ചെയ്തത്. ദേശീയപാത നടത്തറയിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.